everyone, welcome to my new video. ഞാൻ എറണാകുളത്തേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം ഒരു സ്ഥലത്തേക്കുള്ള ഒരു തിരിച്ചു പോക്കലാണ്. വേറെ എവിടേക്കല്ല, ഞാൻ പഠിച്ച കോളേജിലേക്കാണ്. എറണാകുളം സെയിൻറ്റ് ട്രേസസ് കോളേജിലാണ്. ഇന്ന് കോളേജിൽ ഒരു റീയൂണിയൻ നടക്കുകയാണ്. കോളേജിൻ്റെ 100th ആനിവേഴ്സറിയാണ്. അപ്പം ഞാൻ പപ്പയും അമ്മയൊക്കെ ഉണ്ട് കൂടെ. പപ്പയും അമ്മയും കോളേജിലേക്കല്ല വരുന്നത്, അവർക്ക് ഇന്ന് എറണാകുളത്ത് വേറൊരു പ്രോഗ്രാമിന് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പപ്പയുടെ അമ്മയുടെയും കൂടെ പോയേക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ശരിക്കും പോകാനൊരു പ്ലാൻ ഇല്ലായിരുന്നു. കാരണം എൻ്റെ ബാച്ചിൽ പഠിച്ച ആരും തന്നെ പോകുന്നില്ല, അറ്റൻഡ് ചെയ്യുന്നില്ല എന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്ക് പോകാനും വലിയ താല്പര്യം ഇല്ലായിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും എറണാകുളത്ത് പോകുന്നുണ്ട്, അപ്പോൾ പിന്നെ പോയേക്കാം എന്ന് വിചാരിച്ചു. മാത്രമല്ല ഇന്ന് ഞാൻ കുറച്ച് ഫ്രീ ആയിട്ടുള്ളൊരു ദിവസം കൂടിയായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ വായിക്കാനൊരു ബുക്കൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട്. ഇതെന്തിനാ വെറുതെ എടുത്തുകൊണ്ട് വന്നത് എന്നുള്ള എക്സ്പ്രഷനായിട്ട് അമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ എവിടെ പോയാലും ഇതുപോലെ വായിക്കാൻ വേണ്ടി ബുക്സോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും ഗായ്സ്, പക്ഷെ ഒന്നും വായിക്കാറില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ ആക്ച്വലി വീട്ടിൽ നിന്ന് ഒരു 7:30 ഒക്കെ ആയപ്പോൾ ഇറങ്ങിയായിരുന്നു രാവിലെ. ഇവിടെ നിന്നൊരു 3 hours ഡ്രൈവ് ഉണ്ട് എന്തായാലും കൊച്ചിയിലേക്ക്. അപ്പോൾ ഞങ്ങൾ ആ ഒരു ടൈമിലാണ് ഇറങ്ങിയത്. അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മോർണിംഗ് 9:30 to ഈവനിങ് 4 o'clock വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കോളേജിൻ്റെ 100th ആനിവേഴ്സറിയാണ്, കോളേജിൻ്റെ 100ാമത്തെ വാർഷികമാണ്. അപ്പോൾ എല്ലാ ബാച്ചുകാരെയും ഗ്ലോബൽ അലുമിനെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം ഒരു ഗ്ലോബൽ മീറ്റ് പോലെയാണ് അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ബാച്ചിലുള്ള അല്ലെങ്കിൽ ഞാൻ പഠിച്ച ടൈമിലൊന്നും അവിടെ പഠിച്ച ആൾക്കാർ ആരും തന്നെ വരുന്നില്ല എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ എനിക്കും പോകാൻ പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേ എന്തായാലും ഇന്നത്തെ യാത്ര എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി വിധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പോകുന്നു. അപ്പം ഈ പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ സ്വന്തം ആലപ്പുഴയിലെ അപ്പർ കുട്ടനാട് ഏരിയയിലൂടെയാണ്. വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങിയപ്പോൾ ചെറുതായിട്ടൊന്ന് മഴയൊക്കെ പെയ്തായിരുന്നു. പക്ഷെ ആ മഴയ്ക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല ഗായ്സ്. ഒരു 30 minutes ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും മഴ എങ്ങോട്ട് പോയി എന്നറിയത്തില്ലായിരുന്നു. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് അതായത് കോളേജിലാണ്, സെയിൻറ്റ് ട്രേസസ് കോളേജ് എറണാകുളം. അവിടെ ഈ ഒരു ഗ്ലോബൽ മീറ്റ് നടന്നത് August 10th അപ്പോൾ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു ഒരു 5 days കഴിഞ്ഞാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. കഴിഞ്ഞ August 10th സാറ്റർഡേയിലായിരുന്നു കേട്ടോ ഇവൻ്റ് നടന്നത്. അപ്പോൾ ഞാൻ കോളേജിൽ ചെന്നപ്പോഴും ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബാച്ചിലുള്ള അങ്ങനെ ആരും തന്നെ ഇല്ലായിരുന്നു. എല്ലാം നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. എൻ്റെ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പപ്പ ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറയാണ്. കഴിഞ്ഞുപോയ കാലങ്ങളിലെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നതൊക്കെ തോട്ടപ്പള്ളി സ്പിൽവേ ആ ഏരിയയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് കരിമണൽ ഖനനം ഒക്കെ നടക്കുന്നുണ്ട്. കേരളത്തിൽ ഒരുപാട് തോറിയം ഡിപ്പോസിറ്റ്സ് ഒക്കെ ഉള്ള സ്ഥലമാണ് ഈ കാണുന്നതൊക്കെ. കേരളത്തിലെ പല തീരദേശ മേഖലകളിലും നമുക്കിത് കാണാൻ കഴിയും. ഈ കഴിഞ്ഞ ആഴ്ചയിലും അതിൻ്റെ മുൻപത്തെ ആഴ്ചയിലും അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ അടുപ്പിച്ച് 2-3 മാസങ്ങളിൽ എനിക്ക് ഈ ആലപ്പുഴ സൈഡിലേക്ക് ഡെയിലി അല്ല, ആഴ്ചയിൽ ഒരു 3-4 തവണ ട്രാവൽ ഉണ്ടായിരുന്നു. ഓരോ ദിവസവും ഓരോ ഇവൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ MC ചെയ്യാറുണ്ട്, ഇവൻറ്റ്സിനൊക്കെ ആങ്കറിങ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് പല ആങ്കറിങ് ഇവൻറ്റ്സും വരാറുണ്ട് ഈ ആലപ്പുഴ സൈഡിലേക്കൊക്കെ. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഫുൾ നമുക്കൊരു ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും പറ്റില്ലായിരുന്നു. അതുപോലെ ഇവൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു, പിന്നെ എനിക്ക് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യണമായിരുന്നു. അങ്ങനെ ദിവസവും ഓട്ടം ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. അങ്ങനെ ഞാൻ ഇപ്പം 2 ദിവസമായിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു കോളേജിലേക്കൊരു യാത്ര വന്നത്. അപ്പോൾ എന്തായാലും പോകാമെന്ന് തന്നെ ഫൈനൽ മൊമെൻറ്റിൽ ഞാൻ തീരുമാനിച്ചു. നമ്മൾ ഇന്ന് ഈ ഒരു ട്രാവലിൽ നമ്മളൊരു കാര്യം കൂടി ചെയ്തായിരുന്നു. കുറേ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം കുറേ നാളായിട്ട് നമ്മളിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യായിരുന്നു. നെക്സ്റ്റ് ടൈം ആവട്ടെ അങ്ങനെ വിചാരിച്ചൊരു കാര്യം നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ട്. അത് ഞാനല്ല, എൻ്റെ പാരൻസാണ്, വേറൊന്നുമല്ല. നമ്മൾ ആലപ്പുഴ സൈഡിലൂടെ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ കൊച്ചിയിലേക്ക് പോവുകയാണെങ്കിൽ മിക്കവാറും മോസ്റ്റ്ലി നമ്മൾ പോകുന്നത് ആലപ്പുഴ വഴി ആയിരിക്കും. കോട്ടയം വഴി വളരെ അപൂർവമായിട്ടേ ഞങ്ങൾ പോകാറുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ കൃപാസനം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൃപാസനത്തിൽ എൻ്റെ പപ്പയും അമ്മയൊക്കെ പോകണം എന്ന് കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ അത്ര വലിയ കൃപാസനം അഡിക്റ്റൊന്നും അല്ല. അപ്പം പപ്പയും അമ്മയും കുറേ നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു. കൃപാസനത്തിൽ പോകണം, പ്രാർത്ഥിക്കണം. മാതാവിനോടാണ് കേട്ടോ പ്രാർത്ഥിക്കുന്നത്. കൃപാസനം എന്ന് പറയുന്നതിനേക്കാളും മാതാവിനോട് പ്രാർത്ഥിക്കണം.
അങ്ങനെയായിരുന്നു. പക്ഷേ കുറേ നാളായിട്ട് നമുക്കതിന് പറ്റുന്നില്ലായിരുന്നു. എപ്പോഴും ഇതുവഴി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എറണാകുളത്തേക്കാണേലും ആലപ്പുഴയിലൊക്കെ ആണെങ്കിലും ഒക്കെ പോകുന്നത് നമ്മൾ ഓരോ ഇവൻറ്റിനും മറ്റ് പ്രോഗ്രാംസിനും അല്ലെങ്കിൽ വേറെ മറ്റ് പേഴ്സണൽ ആവശ്യങ്ങൾക്കൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു ടൈമിൽ ചെല്ലണം. അതുപോലെ തിരിച്ച് വന്നിട്ട് നമുക്ക് മറ്റ് പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ടൈമിൻ്റെ പ്രശ്നം തന്നെയാണ് മോസ്റ്റ്ലി അനുഭവപ്പെടാറുള്ളത്. അതായത് ആലപ്പുഴ സൈഡിലെ ബ്ലോക്ക്, പിന്നെ എറണാകുളത്ത് എത്തുമ്പോൾ അവിടുത്തെ ബ്ലോക്ക്, ഇതൊക്കെ കൺസിഡർ ചെയ്ത് നമ്മൾ ഇടയ്ക്ക് ഈ കൃപാസനത്തിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇങ്ങനെ കുറേ നാളായിട്ട് കൃപാസനം എന്നിങ്ങനെ വീട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് കുറച്ച് ടൈമുണ്ട്. അങ്ങനെ നമ്മൾ കൃപാസനത്തിൽ എത്തിയിരിക്കുകയാണ്. കുറേ നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അവസാനം ഇന്നാണത് സാധിച്ചത്. കൃപാസനത്തിൽ വന്നു. കണ്ടില്ലേ, നല്ല തിരക്കുണ്ട്. ഇത് സാറ്റർഡേ ആണ്, സെക്കൻഡ് സാറ്റർഡേ കൂടെയാണ്. അതുകൊണ്ടാണ് തോന്നുന്നു നല്ല തിരക്കുണ്ട്. മാത്രമല്ല ഇപ്പം മോർണിംഗ് 8:30 ഒക്കെ ആയിട്ടേ ഉള്ളൂ ടൈം. അപ്പോഴത്തേക്കിനും നല്ല തിരക്കുമായി. പിന്നെ ഇത് ഹൈവേ സൈഡ് ആയത് കാരണം ആൾക്കാരൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ നല്ല ചൂടുമുണ്ട് കേട്ടോ. രാവിലെ ഇറങ്ങിയപ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നല്ല വെയിലും ചൂടുമൊക്കെ ആയി രാവിലെ തന്നെ. പിന്നെ ഈ തിരക്ക് കണ്ടില്ലേ. അങ്ങനെ നമ്മൾ പുറത്ത് മാതാവിൻ്റെ അടുക്കെ പോയി. ഇനി അകത്തും മാതാവുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. എനിക്കറിയത്തില്ല ഇവിടെ എങ്ങനെയൊക്കെയാണെന്ന്. ഇങ്ങനെ ഞങ്ങൾ എന്തായാലും ആ ഒരു ക്രൗഡിനകത്തൂടെ ഇങ്ങനെ നടന്ന് അകത്ത് ചെന്ന് അകത്തുള്ള മാതാവിൻ്റെ അടുക്കെ കൂടെ പ്രാർത്ഥിച്ച് അവിടെ ഇങ്ങനെ നേർച്ചയിട്ടിട്ട് പോകാനാണ്. ഇവിടെ ഒന്നും ഇരിക്കുന്നില്ല, കാരണം നല്ല തിരക്കുണ്ട്. അപ്പം നമ്മൾ പോകണമല്ലോ. അവിടെ എത്തുമ്പം ഒരുപാട് ലേറ്റ് ആവണ്ട. അത് കാരണം നമ്മൾ പെട്ടെന്ന് അങ്ങ് പോവാണ്. ആൻഡ് നമ്മൾ തിരിച്ച് വണ്ടിക്കകത്ത് കയറി. പുറത്ത് നല്ല വെയിലായത് കാരണം ഞാൻ അമ്മയുടെ ഷോളെടുത്ത് ഞാൻ എൻ്റെ തലയിലെടുത്തിട്ടു. പിന്നെ കൂളിംഗ് ഗ്ലാസും കൂടെ ഒക്കെ എടുത്ത് വെച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് ഇവിടുന്ന് പോവാണ്. ഇപ്പം ആ ടൈം ഒരു 8:45 ഒക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ചെറുതായിട്ട് വിശക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഇവിടെ ഹൈവേ സൈഡിലെല്ലാം റോഡ് പണി നടക്കുന്നത് കാരണം നല്ല തിരക്കാണ്. അത് കാരണം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ആലപ്പുഴ സൈഡിലൊക്കെ ട്രാവൽ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണേ. നിങ്ങൾ ഓൾറെഡി അങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാവരും. കാരണം ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ നമുക്ക്. അത് കാരണം ഒരു 1 hour നേരത്തെ ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ബ്ലോക്കിലൊക്കെ പെട്ടിങ്ങനെ കിടന്നാൽ നമ്മുടെ ടൈമിംഗ് ഒക്കെ തെറ്റിപ്പോകും. അങ്ങനെ ആലപ്പുഴ കഴിഞ്ഞൊരു നമ്മൾ ചേർത്തല സൈഡിലുള്ള ഒരു ഉടുപ്പി ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ട് ദോശയൊക്കെയാണ് കഴിക്കുക. അപ്പം നമ്മൾ ഇന്ന് മസാല ദോശയാണ് വാങ്ങിച്ചിരിക്കുന്നത്. എനിക്ക് ഇവിടുത്തെ മസാല ദോശ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇവിടുത്തെ കേസരിയൊക്കെ സൂപ്പറാണ്. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ്. വീണ്ടും നമുക്ക് പെട്ടെന്ന് പോകണമല്ലോ, എറണാകുളത്ത് എത്തണം. ഞങ്ങൾ ഈ കൃപാസനത്തിൽ ഇന്ന് വരാൻ വേണ്ടിയിട്ട് ഇന്നലെ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ കുറച്ച് അതിനും കൂടെ കരുതിയിട്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് എറണാകുളത്ത് കോളേജിലേക്ക് പോകാനൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ പോവാണ്. പപ്പ ഇങ്ങനെ പഴയ കഥകളൊക്കെ ഇങ്ങനെ പറയുകയാണ്. പാസ്റ്റ് എക്സ്പീരിയൻസസും കാര്യങ്ങളും ഫണ്ണി മൊമെൻറ്റ്സും അതുപോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. പപ്പ ശരിക്കും നല്ലൊരു സിംഗറൊക്കെയാണ് കേട്ടോ. സിംഗർ എന്നതിലുപരി ശരിക്കും കവിതകളും പാട്ടുകളും ഒക്കെ ഒരുപാട് എഴുതുന്ന ഒരാളാണ്. അപ്പോൾ പപ്പയുടെ പല പാട്ടുകളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ CD-യിലൊക്കെ ഉണ്ട് പപ്പയുടെ പഴയ പാട്ടുകളൊക്കെ. പിന്നെ ഇപ്പോഴും പാട്ടുകളും കവിതകളും ഒക്കെ എഴുതുന്ന ഒരു ആളാണ്. കുറച്ച് കലാകാരനും കൂടിയാണ് പപ്പ. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മുടെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ എറണാകുളത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി കോളേജിനടുത്ത് എത്തി. കുറച്ചുകൂടെ കഴിയുമ്പോൾ എനിക്ക് കോളേജിൽ ഇറങ്ങണം. അപ്പോൾ എന്നെ കോളേജിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് ഇവർ അവരുടെ പോകാനുള്ള സ്ഥലത്തേക്ക് പോവും. അത് കഴിഞ്ഞിട്ട് എന്നെ പിക്ക് ചെയ്യാൻ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പപ്പയ്ക്കും അമ്മയ്ക്കും അവിടെ ഒരുപാട് ടൈമൊന്നും വേണ്ടി വരത്തില്ല. ഞാൻ ആദ്യം കരുതിയത് എൻ്റെ കോളേജിൻ്റെ സയൻസ് ബ്ലോക്കിൽ ഇറങ്ങാവുന്നതായിരുന്നു. അവിടെ ആരെങ്കിലുമൊക്കെ മീറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ആർട്സ് ബ്ലോക്കിലേക്ക് പോകാമെന്നായിരുന്നു. പക്ഷേ സയൻസ് ബ്ലോക്കിൻ്റെ അവിടെ ആരെയും കണ്ടില്ല. അപ്പോൾ മനസ്സിലായി ഇവൻറ്റ് നടക്കുന്നത് ആർട്സ് ബ്ലോക്കിലാണെന്ന്. അത് കാരണം അവിടുന്ന് തിരിച്ചു പോയി.
അങ്ങനെ ഞാൻ ദാ ഫൈനലി സെയിൻറ്റ് റോസസ് കോളേജിൻ്റെ ആർട്സ് ബ്ലോക്കിലേക്ക് വന്നിരിക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവിടേക്ക് തിരിച്ച് വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല ഡെക്കറേറ്റീവ്സും ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ബാച്ചിലുള്ളവരോ ആരും തന്നെ വന്നിട്ടില്ല. ഇവിടെ വന്നിട്ടുള്ളവരെല്ലാം ഒരുപാട് സീനിയർ, എൻ്റെ സൂപ്പർ സീനിയേഴ്സിനേക്കാളും സീനിയർ ബാച്ചിലുള്ളവരാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇത് അവിടെ ഞാനൊരാളെ കണ്ടുമുട്ടി. ഇതാണ് ദീപ്തി ചേച്ചിയാണ്. ദീപ്തി ചേച്ചിയൊക്കെ എന്നെക്കാളും ഒരുപാട് സീനിയറാണ്. അപ്പം ഞങ്ങൾ അവിടെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് പേരെ കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് അവിടെ കണ്ടില്ലേ, കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പഴയ മെമ്മറീസൊക്കെ പൊടി തട്ടി എടുക്കാൻ വേണ്ടിയിട്ട് പഴയ ആർട്സ് ബ്ലോക്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര്. പിന്നെ സെൻറ്റ് റോസസ് കോളേജിനെ പറ്റി പറയാൻ തന്നെ അറിയാമല്ലോ, കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജാണ്, വിമൻസ് കോളേജാണ്. ഒരുപാട് ഫിലിം ആക്ട്രസസ് അതുപോലെ പല ഫീൽഡിലുള്ള സെലിബ്രിറ്റീസ് ഒക്കെ പഠിച്ച കോളേജാണ്. മലയാളം തമിഴ് സിനിമയിലൊക്കെ ഒരുപാട് പേര്, അസിൻ, അമല പോൾ, പിന്നെ രഞ്ജിനി ഹരിദാസ്, അന്ന ബെൻ, പ്രയാഗ മാർട്ടിൻ, നമിത പ്രമോദ്, സമൃദ്ധ സുനിൽ, അങ്ങനെ ഒരുപാട് ഒത്തിരി ആക്ട്രസസ് അതുപോലെ പല ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ പഠിച്ച കോളേജാണ്. ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് കുറേ നടന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അവിടെ ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പലരും വന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ വേറെ 2 പേരും കൂടെ ജോയിൻ ചെയ്തു. ദീപ്തി ചേച്ചിയുടെ ബാച്ചിലുള്ള ഒരാളാണ് ഇതാ ഈ നടന്നു വരുന്നത്, കണ്ടില്ലേ? കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ആൾ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി അവിടെ കുറേ നേരം അടിച്ചു പൊളിച്ചു ചില്ല് ചെയ്ത് നടന്നു. ലാസ്റ്റ് ഞങ്ങൾ 4 പേരും കൂടി ഇതാ ഇതിനകത്തിലൊക്കെ കയറുന്ന ഫോട്ടോസൊക്കെ എടുത്ത്, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലും ഉണ്ടായിരുന്നു ഇങ്ങനെ ഫോട്ടോ ഫ്രെയിംസൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫണ്ണി ഫോട്ടോസൊക്കെ പിക്ചേഴ്സൊക്കെ എടുക്കാം. അപ്പോൾ ഇപ്പോഴും ഈ ഒരു സംഭവം ഇവിടെ ഉണ്ട്. ഇത് നല്ല രസമാണല്ലോ. ഞങ്ങൾ 4 പേരും കൂടെ പിന്നീട് പറന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ഒരു സംഭവം കണ്ടില്ലേ, ഒരു ബെല്ലിൻ്റെ, ഇത് നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. എന്നിട്ട് കോളേജ് മൊത്തം ക്യാമ്പസ് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പെട്ടെന്ന് പോകാനാണ് ഞാൻ തീരുമാനിച്ചത്. കാരണം പപ്പയും അമ്മയും കുറച്ച് കഴിയുമ്പോഴത്തേനും വരും. അപ്പം എനിക്ക് തിരിച്ചു പോകണം. എന്തായാലും വന്നതല്ലേ, വന്ന സ്ഥിതിക്ക് ഫുള്ളൊന്ന് കറങ്ങിയിട്ട് വരാൻ തീരുമാനിച്ചു. ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ പിന്നീട് ഇപ്പോഴാണ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. പക്ഷേ ഇവിടുന്ന് പോയതായിട്ട് അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ടുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല, വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. പക്ഷേ സയൻസ് ബ്ലോക്കിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് പെയിൻറ്റിൽ മാത്രം വന്ന ചേഞ്ചാണ്. പിന്നെ കോളേജിൻ്റെ ഈ ഒരു 100th ആനിവേഴ്സറിയിൽ പങ്കെടുക്കാൻ വേണ്ടി കുറേ ആക്ട്രസസ് ഒക്കെ വരുന്നുണ്ട് എന്നൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ എപ്പോഴാണ് വരുന്നത് ഒന്നും അറിയത്തില്ലല്ലോ. ഹായ് എവ്രി വൺ, ഞാനിപ്പോൾ എൻ്റെ സെൻറ്റ് റോസസ് കോളേജിലാണ്. ഇപ്പോൾ എൻ്റെ കുറച്ച് സീനിയേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഹായ് പറഞ്ഞേ, ഹായ്. ഇവിടെ 2 സീനിയേഴ്സ് ഉണ്ട്. എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ. ഒരാളെ കാണുന്നില്ല. ഹായ്. പലരും പല ടൈമിലായിരിക്കും വരുന്നത്. രാവിലെ ഒരു 9:30 മുതൽ വൈകുന്നേരം 4 o'clock വരെയാണ് പരിപാടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എപ്പോഴേലും വന്നിട്ട് പോകാനായിരിക്കും. ഇപ്പോൾ ഞാൻ വന്നപ്പം നമ്മുടെ ബിഗ് ബോസിലെ റസ്മിൻ ബായ്, പുള്ളിക്കാരിയെ കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ലായിരുന്നു. ഞങ്ങൾ 4 പേരും കൂടി ഫോട്ടോസൊക്കെ എടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അവരും അവിടെ തിരക്കായിരുന്നു. പിന്നെ വേറെ ആരൊക്കെയോ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ആരോടും സംസാരിക്കാൻ പറ്റിയില്ല. കാരണം അവരെല്ലാവരും ഒരു ക്രൗഡിൻ്റെ ഇടയിലായിരുന്നു നിന്നത്. ഞങ്ങളപ്പോൾ പുറത്തായിരുന്നു നിന്നത്. കുറച്ച് കഴിഞ്ഞ് ഞങ്ങളും അകത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ഇതാ കണ്ടില്ലേ, പഴയ ബാച്ചിലുള്ള എന്നെക്കാളും ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ളവരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നവരൊക്കെ. അങ്ങനെ ഞങ്ങൾ നടന്ന് അകത്തേക്ക് വന്നപ്പോൾ അവിടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സെഷനാണ്. അവിടെ സൈഡിൽ കുറേ പേര് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പ്ലാൻ ഇല്ല.
നമ്മൾ പിന്നെ ഒട്ടും താമസിക്കാതെ മുകളിലോട്ട്, അതായത് മുകളിലത്തെ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. അവിടെ പ്രോഗ്രാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പാട്ടൊക്കെ നമുക്ക് കേൾക്കാം. എനിക്ക് തോന്നി ഇപ്പോൾ അവിടെ എന്തോ ഭരതനാട്യം പെർഫോമൻസും മറ്റോ ആണ് നടക്കുന്നത്, ക്ലാസിക്കൽ പെർഫോമൻസ് എന്തോ ആണ്. ഈ കാണുന്നതാണ് സെയിൻറ്റ് തെരേസ. അപ്പോൾ പുള്ളിക്കാരുടെ ഫോട്ടോയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. ഈ കാണുന്ന സ്റ്റെയർ കേസിലൂടെയൊക്കെ എന്തുമാത്രം നടന്നതാണ്. അങ്ങനെ നടന്ന് നമ്മൾ നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തുന്നതിന് മുന്നേ സൈഡിലുള്ള ഫ്രഞ്ചിൻ്റെയൊക്കെ ക്ലാസ് റൂമൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അവിടെ പ്രോഗ്രാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം പലരും പുറത്ത് നിൽക്കുകയാണ്, അകത്തെ ആൾക്കാരൊക്കെ ഇപ്പോൾ കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ, അകത്തെ ആൾക്കാരൊന്നും അധികമില്ല, കുറച്ച് പേരുണ്ട്. അവരൊക്കെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ കയറി ചെന്നപ്പം നമ്മൾ ഏറ്റവും ബാക്കിലാണ് ഇരുന്നത്. ഞാനൊക്കെ ഇവിടെ ഒരുപാട് ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഈ ചേച്ചിമാരൊന്നും പഠിച്ച ടൈമിൽ ഈ ഓഡിറ്റോറിയം ഇല്ലായിരുന്നെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും നമ്മൾ അവിടെ ഇരുന്ന് കുറേ നേരം കുറേ അടിപൊളിയായിട്ട് ചില്ല് ചെയ്തു. എന്നിട്ട് കുറേ ഫോട്ടോസും പിക്ചേഴ്സും, 2-3 ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിനിടയ്ക്ക് എന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു, വരട്ടെ, കോളേജിലേക്ക് വരട്ടെ, പിക്ക് ചെയ്യാം, പോവാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് നമ്മൾ അടിച്ച് പൊളിച്ചു. അവിടെ നമ്മൾ കുറേ പഴയ കാര്യങ്ങളൊക്കെ അവരും പറഞ്ഞു, ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ മുന്നോട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. All their achievements, and a big thanks to Dr. Veena from Bharatanatyam who guided 3 of them. Guidance in upper ഇവരെ 3 വർഷങ്ങളുള്ളവരാണ്. ഈ 3 വർഷങ്ങളുള്ളവരെ എല്ലാ 3 പേരെയും കോർത്തിണക്കി ഈ ഒരു നയന മനോഹരമായ ഒരു പെർഫോമൻസ് ഞങ്ങൾക്ക് വേണ്ടി നൽകിയത് ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് ബീന മാം. ഇനിയും ഇതുപോലുള്ള അവസരങ്ങളിൽ ഇതുപോലുള്ള പെർഫോമൻസ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. Yes, before we move on, we have with Mandela Day. Yes, so this is a volunteer organization, and they encourage all of them. Their name is Netwits for Madiba to source their all wool. So they request all of them to kindly, donate and also knit. A tribute was into visible only concerns. The overwhelming support from Reverend Director Sister Vinita, Principal Sajimon Ma'am, HOD Dr. Tushar Ma'am, and the entire economics department. And from the students was truly heartwarming. It felt like I had never left my college. ഇപ്പോൾ ഇതായി സ്റ്റേജിൽ നിൽക്കുന്നവരുണ്ടല്ലോ, അവരവരുടെ 50th ആനിവേഴ്സറിയാണ് കേട്ടോ ഇപ്പം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത്രയും പഴയ ബാച്ചാണ് അവർ. അവരുടെ സോങ്ങും മറ്റും എന്തോ ഇപ്പോൾ സ്റ്റേജിൽ നടക്കാൻ പോകുന്നുണ്ട്. Either to the left or the right. Please go to both sides. That side. Please go that side. നമ്മളതിന്റെ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട്. ശരിയാ. Are we ready for the solo performance by Mrs. Anand? അങ്ങനെ എനിക്ക് തിരിച്ചു പോകാനുള്ള ടൈം ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ പപ്പയും അമ്മയും താഴെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവരോടൊക്കെ ഒരുപാട് സന്തോഷം ബൈ പറഞ്ഞു, ഞങ്ങളെല്ലാവരും കെട്ടിപ്പിടിച്ചു. അങ്ങനെ ഞാൻ തിരിച്ചു പോവുകയാണ്. അങ്ങനെ തിരിച്ച് സെയിൻറ്റ് ട്രേസസ് കോളേജിൻ്റെ പടി ഒരിക്കൽ കൂടി ഞാൻ ഇറങ്ങുകയാണ്.
ഞാൻ എന്താ താഴെ എത്തി. പപ്പ അമ്മ എന്നെ കാത്ത് അവിടെ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരിക്കൽ കൂടി ബൈ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. ഇതൊക്കെ ഞാൻ ഇന്നെടുത്ത ഫോട്ടോസാണ്. ഇവരൊക്കെ എന്നെക്കാളും ഒരുപാട് സീനിയേഴ്സാണ്. അപ്പോൾ ഈ വീഡിയോ സെയിൻറ്റ് ട്രേസസ് കോളേജിൽ പഠിക്കുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ ബാച്ച് ഏതൊക്കെയാണെന്ന് കൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ. അങ്ങനെ പപ്പയും അമ്മയും വന്നു. ഞാൻ തിരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് കാറിൽ കയറുവാണ്. അപ്പോൾ ഇനി നമുക്ക് വല്ലാർപാടം പള്ളി വരെ പോകണമെന്ന് അമ്മ പറഞ്ഞു. എറണാകുളത്ത് എന്താവശ്യത്തിന് വന്നാലും പോകുന്ന ഒരു സ്ഥലമാണ് വല്ലാർപാടം പള്ളി. അങ്ങനെ നമ്മളിപ്പോൾ പള്ളിയിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ വന്നാലും, ഞാൻ പറഞ്ഞില്ല, എറണാകുളത്ത് എപ്പോൾ വന്നാലും വരുന്ന സ്ഥലമാണ് വല്ലാർപാടം പള്ളി. അതിപ്പം ഒരു കുഞ്ഞാവശ്യത്തിന് വന്നാലും വലിയ ആവശ്യത്തിന് വന്നാലും ഇവിടെ കയറാതെ പോകത്തില്ല. അമ്മയ്ക്കൊക്കെ അത്രയ്ക്ക് വിശ്വാസമാണ് കേട്ടോ. എനിക്ക് പിന്നെ ഞാൻ അങ്ങനെ വലിയ റിലീജിയസ് പേഴ്സണൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ വല്ലാർപാടം പള്ളി ലക്ഷ്യമാക്കി നമ്മുടെ യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ. ഇത് കണ്ടപ്പോഴും ഒരു കാര്യം ഓർത്തത്, റംബൂട്ടാൻ വാങ്ങിക്കണം എന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു. നേരത്തെ എൻ്റെ വീട്ടിൽ റംബൂട്ടാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ആരും കഴിക്കത്തില്ലായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഒട്ടും കഴിക്കത്തില്ലായിരുന്നു. അപ്പോൾ വളരെ റീസെൻ്റായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് റംബൂട്ടാൻ എന്ന് പറയുന്നത് 2 ബ്രീഡുണ്ട്. ഒന്ന് നമ്മുടെ ചക്കയുടെ പറയുന്നത് പോലെ കൂഴ, വരിക്ക, അങ്ങനെ 2 ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ അടുത്താണ് അറിയുന്നത്. അപ്പോൾ ഞങ്ങളാരും കഴിക്കത്തില്ലായിരുന്നു. മാത്രമല്ല ഒരുപാട് കുരങ്ങന്മാരുടെ ശല്യം ഉണ്ടായിരുന്നു, വവ്വാലിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. അത് കാരണം അതെല്ലാം നമ്മൾ വെട്ടിക്കളയാണ് ചെയ്തത്. അതിനുശേഷം എനിക്ക് റംബൂട്ടാൻ എവിടെ കണ്ടാലും കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചാണ് റംബൂട്ടാൻ കഴിക്കുന്നത്. ഇവിടെ പക്ഷേ പപ്പയ്ക്കും അമ്മയ്ക്കും ഇപ്പോഴും അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എവിടെ കണ്ടാലും അത് വാങ്ങിച്ചുകൊണ്ട് വരും. ഇപ്പം സമയം 1 മണിയൊക്കെ കഴിഞ്ഞു. പക്ഷെ നമുക്ക് ആർക്കും വിശക്കുന്നില്ല. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണല്ലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നമ്മളെന്തായാലും പള്ളിയിലൊക്കെ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ വല്ലാർപാടം ബസിലിക്കയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പപ്പ പറഞ്ഞു അധിക നേരം പള്ളിയിൽ സ്പെൻഡ് ചെയ്യുമൊന്നും വേണ്ട, പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരണമെന്ന്. അപ്പോൾ എനിക്കിവിടെ വരുന്നതിൻ്റെ ഉദ്ദേശം വേറെയാണ്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് വന്നു. ഇവിടെ ഇപ്പോൾ നോയമ്പിൻ്റെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. 15 നോയമ്പാണ്, അതായത് മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണ് 15 നോയമ്പായിട്ട് ആചരിക്കുന്നത്. നമ്മൾ പൊതുവെ ഇതങ്ങനെ നോക്കാറില്ല. ഞങ്ങൾ മോസ്റ്റ്ലി നോക്കുന്നത് 8 നോയമ്പും 50 നോയമ്പുമാണ്. 8 നോയമ്പ് സെപ്റ്റംബർ 1 സ്റ്റാർട്ട് ചെയ്ത് സെപ്റ്റംബർ 8 അവസാനിക്കുന്നത്. അത് മാതാവിൻ്റെ ജനന തിരുനാളാണ്. അപ്പം എൻ്റെ പള്ളിയിലും അതൊക്കെ, ഞങ്ങളുടെ ഇടവക പള്ളിയിലും 8 നോയമ്പൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെയാണ് കൂടാറ്. പക്ഷേ പല വർഷങ്ങളിലും നമ്മളിവിടെ വരും. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെപ്പോൾ എറണാകുളത്ത് എന്താവശ്യത്തിന് വന്നാലും വല്ലാർപാടം പള്ളിയിൽ കയറിയിട്ടേ പോവാറുള്ളൂ. ഈ വല്ലാർപാടം പള്ളിയെ വെച്ച് എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ മുടങ്ങാതെ വരുന്ന ഒരു പള്ളിയാണ് വല്ലാർപാടം പള്ളി. എൻ്റെ സ്വന്തം ഇടവക പള്ളി പോലുള്ള എന്തോ ഒരു ഫീൽ എനിക്ക് ഇവിടെ വരുമ്പോൾ കിട്ടാറുണ്ട്. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം പപ്പ അവിടെ മുറ്റം അടിക്കുന്നുണ്ട്. ഇതിവിടുത്തെ നേർച്ചയാണ് കേട്ടോ. വല്ലാർപാടം പള്ളി വന്നിട്ടുള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ നേർച്ച. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഞാനിവിടെ വരുന്നതിൻ്റെ ഉദ്ദേശം ഇവരെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ഈ ബേർഡ്സ് കണ്ടില്ലേ, ഇതിൽ ഈ ഗ്രേ പാരറ്റാണ് എൻ്റെ ഇവിടുത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള അട്രാക്ഷൻ. അതാണോ നൈസ് നെയിം? Sleeping Beauty is here. Hello. Hi, excuse me. Are you there? What's your name? Say hi. Hi. Hi പറഞ്ഞേ. Hi പറ. Hi പറ. Hi. Hi പറ കുട്ടി. ഹായ് പറയത്തില്ലേ?
അതെന്താടാ നിനക്ക് ഹായ് പറഞ്ഞോ? അതെന്താടാ നിനക്ക് ഹായ് പറഞ്ഞാൽ? എൻ്റെ വാലൊന്ന് കാണിച്ചു. ഹലോ ഹലോ ഹലോ. ഹലോ. ഇവിടെ ഇങ്ങനെ പല ടൈപ്പ് ബേർഡ്സും ഉണ്ട്. ഇവിടെ വരുന്ന കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഇവരുടെ അടുത്ത് വന്ന് കുറേ നേരം ഇവിടെ നിന്നിട്ടായിരിക്കും പോകുന്നത്. ഇത് മാത്രമല്ല, അങ്ങോട്ട് മാറി വേറെ കുറേ ലവ് ബേർഡ്സും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇവിടെ ഉള്ളതിലെ പല ബേർഡ്സിൻ്റെ പേരൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ കൊന്നൂർ ബേർഡ്സൊക്കെ ഉണ്ട്, അതിനെയൊക്കെ അറിയാം. എനിക്ക് അതിലൊരു ബേർഡിന് ഒരു പെയറിനെ വാങ്ങിക്കണം എന്ന് കുറേ നാളായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. ഹായ്, പേര് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ഹായ് പറയത്തില്ലേ? എന്താണ് അങ്ങനെയൊക്കെ ഹായ് പറഞ്ഞ? എടുത്ത് ഉറക്കമായിരുന്നു, ഞാൻ വിളിച്ച് ഉണർത്തിയത്. എൻ്റെ ഇവിടെ ഒരാളിരുന്ന് ഉറങ്ങുന്നു, തല ചരിച്ച്. പോയി. ലാലു ലാലു ഇറങ്ങി വന്നുണ്ടോ? വെള്ളം കുടിക്കാൻ പോവാണോ കുട്ടി? നമ്മൾ അധിക ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെ പപ്പ പറഞ്ഞായിരുന്നു. കാരണം നമുക്ക് പെട്ടെന്ന് പോകണമല്ലോ, ആലപ്പുഴയിലൊക്കെ റോഡ് പണി നടക്കല്ലേ. അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് മീനിൻ്റെ സൈഡിലൊക്കെ വന്നിട്ട് അങ്ങോട്ട് പോകാൻ നേരമാണ് മാലാഖ ഇങ്ങനെ വെള്ളം കൊടുക്കുന്ന ഒരു സംഭവം കണ്ടത്. അപ്പോൾ അവിടെ കൂടെ പോയി കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇതും ഒരു പള്ളിയാണ് കേട്ടോ. ഈ പള്ളിയുടെ ഫ്രണ്ടിലാണ് ഈ മാലാഖ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടാപ്പ് ഓൺ ചെയ്ത് കഴിയുമ്പം ഇതിനകത്തൂടെ വെള്ളം വരും. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. ഞങ്ങൾ നേരത്തെ വരുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ഇവിടെ എപ്പോഴും ആരെങ്കിലുമൊക്കെ കാണും. അത് കാരണം ഇതുവരെ എനിക്ക് അങ്ങനെ കുടിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ പണ്ട് ഞാൻ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ വല്ലാർപാട് പള്ളിയിലും വന്നു. ഇനി നമ്മൾ തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് നമ്മളിതാ എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിലുള്ള കപ്പൽ പള്ളിയിലും കൂടെ കയറുകയാണ്. സമയം പക്ഷെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2:30 സമയമൊക്കെ ആയായിരുന്നു. അപ്പം പപ്പ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് പള്ളിയിൽ കയറാം. അപ്പം നമ്മൾ പള്ളിയുടെ അടുത്ത് തന്നെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കുകയാണ്. ഞാൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് കഴിക്കുന്നത്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ കപ്പലുപള്ളി വരെയാണ്. നമ്മുടെ ഇവിടുത്തെ പാർക്കിങ്ങിലാണ് കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പള്ളിക്കകത്ത് കയറുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വല്ലാർപാടം പള്ളിയിലെ കാര്യം. അവിടെ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്കെന്നല്ല, അവിടെ പോയിട്ടുള്ള എല്ലാവർക്കും അങ്ങനെയായിരിക്കും. അതേപോലെ തന്നെ എനിക്ക് വേറെ അതുപോലുള്ള എന്തോ ഒരു ഹോളി പ്രസൻസ് ഫീൽ ചെയ്തിട്ടുള്ള, ഇപ്പോഴും ഫീൽ ചെയ്യുന്ന മറ്റൊരു പള്ളിയാണ് എറണാകുളത്തുള്ള ഹൈക്കോടതി ജംഗ്ഷനിലുള്ള ഈ ഒരു കപ്പൽ പള്ളി. ഈ പള്ളിയുടെ പേര് പോലെ തന്നെ ഇതിൻ്റെ ഷേപ്പും കപ്പലിൻ്റെ ആകൃതിയിലാണ്. കണ്ടില്ലേ, നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ. നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഇവിടെ ഇരിക്കുമ്പോഴത്തേനും അതൊക്കെ മാറി കിട്ടും. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഇവിടെ ഇരുന്നാൽ കിട്ടും. മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഞാൻ സെൻറ്റ് റോസസിൽ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ പലപ്പോഴും ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, ഫ്രണ്ട്സുമായിട്ടും അല്ലാതെയൊക്കെ. അതുപോലെ ഞാനും പപ്പയും അമ്മയൊക്കെ എപ്പോൾ എറണാകുളത്ത് പോയാലും വല്ലാർപാടം പള്ളിയിലായിരിക്കും മിക്കവാറും പോകുന്നത്. അല്ലാത്ത സമയത്തൊക്കെ ഇവിടെ വരാറുണ്ട്. ഇവിടെ പക്ഷേ എപ്പോഴും അങ്ങനെ കയറാനൊന്നും ടൈം കിട്ടിയിട്ടില്ല. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞതുപോലെ, ഒരു മനസ്സിൻ്റെ ടെൻഷനൊക്കെ മാറിക്കിട്ടും. അപ്പോൾ എറണാകുളത്തൊക്കെ പഠിക്കുകയും വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ വരാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലമാണ് കേട്ടോ. നിങ്ങളുടെ മൈൻഡിലൊക്കെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാം ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ പള്ളിയുടെ സൈഡിലായിട്ട് ഒരു ജീസസിൻ്റെ ഒരു ചെറിയ രൂപമുണ്ട്. ജീസസ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപമാണ്. അവിടെ നല്ല രസമാണ്, നല്ല തണലൊക്കെയാണ്. നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ കുറച്ച് നേരമൊക്കെ മെഡിറ്റേഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഏരിയ ആണ് അവിടെ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് ഗായ്സ്. നമ്മൾ കപ്പൽ പള്ളിയൊക്കെ വിട്ടു, എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനൊക്കെ കഴിഞ്ഞു. ഇതാ നമ്മൾ തിരിച്ചു പോവാണ്. ആലപ്പുഴ വഴി തന്നെയാണ് നമ്മൾ പോകുന്നത്. നമുക്കതാണല്ലോ എളുപ്പം മാവേലിക്കരയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്.
ഇനി എനിക്ക് കുറച്ച് നേരം കിടന്നുറങ്ങണം. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് എനിക്ക് ഭയങ്കര ബിസിയായിരുന്നു. ഇവൻറ്റ്സിൻ്റെ തിരക്കായിരുന്നു. ഒരു ദിവസം പോലും ഗ്യാപ്പില്ലാതെ ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു, MC ചെയ്യണമായിരുന്നു, പിന്നെ എനിക്ക് പഠിക്കണമായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പഠനമൊക്കെ ചെറുതായിട്ടൊന്ന് ഉഴപ്പിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. എന്തിനാണോ എന്നറിയില്ല, ഞാൻ ഒരു ഹാൻഡ് ബുക്കൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം ഞാൻ ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അത് കാരണം കയ്യിലുള്ള ബുക്സൊന്നും വായിക്കാനൊന്നും പറ്റത്തില്ല. എനിവേസ് ഞാൻ ബുക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നെപ്പോലെ ഇതേപോലെ ട്രാവൽ ചെയ്യുമ്പോൾ വായിക്കാൻ വേണ്ടി ബുക്സൊക്കെ എടുത്തിട്ട് വായിക്കാതിരിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ നമ്മൾ തിരിച്ചതാ മേനക ഒക്കെ കഴിഞ്ഞു നമ്മുടെ സെൻറ്റ് ട്രേസസ് കോളേജിൻ്റെ ഫ്രണ്ടിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി കോളേജിനെ നോക്കാൻ പോവുകയാണ്. ഇതുവഴി പോകുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കും. പക്ഷേ ഇന്നത്തെ ഇവൻറ്റ് ശരിക്കും നല്ലതായിരുന്നു. പക്ഷേ എൻ്റെ ബാച്ചിലുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. എനിവേസ് ഇനിയും ഇതുപോലുള്ള ഒരുപാട് റീയൂണിയൻസ് ഒക്കെ ഉണ്ടാവട്ടെ. നിങ്ങളുടെ കോളേജസിലൊക്കെ ഇങ്ങനെ റീയൂണിയൻസിനൊക്കെ നിങ്ങൾ പോകാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ കോളേജിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ അവിടെ കുറേ പേരൊക്കെ കണ്ടു. പലരും പോകാനൊക്കെ റെഡി ആവുകയാണ്. എനിക്ക് തോന്നുന്നു കുറേ ലോങ്ങിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട് എന്നെ പോലെ. അപ്പോൾ അവരൊക്കെ പോവുകയാണ്. കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ നിങ്ങളും ഇതേപോലെ നിങ്ങളുടെ സ്കൂൾസിലും കോളേജസിലും ഒക്കെ റീയൂണിയൻസ് ഒക്കെ സംഘടിപ്പിക്കാറുണ്ടോ? എന്തായാലും ഇന്ന് വീട്ടിലെത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. എറൗണ്ട് ഒരു 7 o'clock ഒക്കെ ആവും. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്ന് വായിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വായിച്ചില്ല. വായിക്കാൻ വേണ്ടി ബുക്സ് എടുക്കുമ്പോൾ ഞങ്ങൾ പിന്നെയും എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. കോളേജിലെ കാര്യം, വീട്ടിലെ കാര്യം, അങ്ങനെയൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നാളെ പിന്നെ സൺഡേ ആണ്. പപ്പയും അമ്മയെ സംബന്ധിച്ചിടത്തോളം സൺഡേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. അവർക്ക് പള്ളിയിൽ പോകണം, എനിക്കും പോകണം. അവർ കാറ്റഗിസം ടീച്ചേഴ്സും കൂടിയാണ് കേട്ടോ. മതബോധനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കുറേ പ്രിപ്പറേഷൻസ്, പിന്നെ അമ്മയുടെ ജോലിയുടെ കുറേ കാര്യങ്ങൾ. ജോലി എന്ന് ഉദ്ദേശിച്ചത് അമ്മ ഒരു സോഷ്യൽ വർക്കറും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളായിട്ട് കുറേ പ്രിപ്പറേഷൻസൊക്കെ വീട്ടിൽ ചെന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇത്രയും ട്രാവൽ ചെയ്തിട്ട് വീട്ടിലെത്തുമ്പോഴത്തേന് ടയേർഡ് ആവുമല്ലോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഞാൻ ഇനി വീട്ടിലെത്തുന്നത് വരെ കിടന്നുറങ്ങട്ടെ. ബൈ.